ജർമ്മനിയിൽ റിലീസ് ഇല്ലാത്തതുകൊണ്ട് OTT-ൽ വരുന്നത് വരെ വെയിറ്റ് ചെയ്ത് കണ്ട് ഷോക്കായി പോയൊരു മൂവിയുടെ കഥ പറയാം. ഈ വീഡിയോ കാണുന്ന പകുതി ആൾക്കാരും ഇതിനോടകം ഈ മൂവി കണ്ടിട്ടുണ്ടാകും. ഓടുംകുതിര ചാടുംകുതിര എന്ന് പറഞ്ഞിട്ടുള്ള മൂവിയാണ് ഞാൻ കണ്ടത്. ഫഹദ് അഭിനയിച്ച് അൽത്താഫ് സലീം ഡയറക്റ്റ് ചെയ്ത മൂവിയാണ്. ഈ സിനിമ തിയേറ്ററിൽ റിലീസായ സമയത്ത് കുറച്ചധികം നെഗറ്റീവ് റിവ്യൂസ് ഇതിന് വന്നിട്ടുണ്ടായിരുന്നു. ഞണ്ടുകളുടെ നാട്ടിലൊരു ഇടവേളയുടെയൊക്കെ ഒരു ഫാനായിട്ടുള്ള ഞാൻ അൽത്താഫ് സലീമിനെ പോലെ ഒരു ഡയറക്ടറിന്റെ മൂവി ഒരിക്കലും മിസ്സാക്കില്ല. ഇതൊരു ഫാമിലി എൻ്റർടൈനർ ആണ്, ഒരു വൈബ് പടം എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഇത്രയും അടിപൊളി ഒരു സിനിമയ്ക്ക് എങ്ങനെയാണ് ഇത്രയും നെഗറ്റീവ് റിവ്യൂസ് വന്നതെന്ന് ആലോചിച്ച് എനിക്ക് വിഷമം തോന്നി. ഇതെല്ലാവർക്കും കണക്റ്റ് ആകണം എന്നൊന്നുമില്ല, പക്ഷെ ഡാർക്ക് ഹ്യൂമറൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് എന്തായാലും ഈ സിനിമ കണക്റ്റ് ആകും. മൈൻഡൊക്കെ ഒന്ന് റിഫ്രഷ് ആവണമെന്ന് ആഗ്രഹിക്കുന്നവരെ എന്തായാലും സിനിമ കണ്ടിട്ട് നിങ്ങളുടെ ഒപ്പീനിയനൊക്കെ ഒന്ന് പറയണേ. സ്റ്റഡ് ഫ്രീഡോഫ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ഥലത്താണ് നമ്മൾ വന്നിട്ടുള്ളത്. ഇതിന്റെ മീനിങ് വന്നിട്ട് സിറ്റി സെമിത്തേരി എന്നാണ്. പിക്നിക്കിനൊക്കെ പോകുന്ന പോലെയാണോ സെമിത്തേരി എക്സ്പ്ലോർ ചെയ്യാൻ പോണേന്ന് ആരും ഒന്ന് ചോദിക്കരുത് കേട്ടോ. ജർമ്മനിയിലുള്ള സെമിത്തേരീസ് ഒക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ നല്ല പിക്നിക് സ്പോട്ട് പോലെയൊക്കെയാണ് ഇരിക്കുന്നത്. അപ്പം മൈൻഡൊക്കെ ഒന്ന് റിഫ്രഷ് ആവാൻ വേണ്ടിയിട്ട് ഞാൻ ഒറ്റയ്ക്ക് ഇറങ്ങിയതാണ് ഇങ്ങോട്ടേക്ക്. ശരിക്കും പറയാലോ, ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സിമിത്തേരി എൻ്റെ ലൈഫിൽ ഞാൻ കണ്ടിട്ടില്ല. എന്തുകൊണ്ടാണെന്ന് അറിയില്ല, റൂമിൽ നിന്ന് ഇറങ്ങി അപ്പം തന്നെ എനിക്ക് വിശക്കാൻ തുടങ്ങും. അതുകൊണ്ട് ഞാൻ ഇതേപോലെ ടിഫിനൊക്കെ എൻ്റെ കയ്യിൽ എപ്പോഴും കൊണ്ടുപോകാറുണ്ട് കേട്ടോ. ജർമ്മനിയിലേക്ക് വരാൻ ഇംഗ്ലീഷ് മാത്രം മതിയോ എന്ന് ചോദിക്കുന്നവർക്ക് വേണ്ടിയിട്ട് ഈ വീഡിയോ ഞാൻ സമർപ്പിക്കുന്നു. അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് വരാം.